നിലമ്പൂർ നഗരത്തിലെ ദശാബ്ദങ്ങളായുള്ള കടുത്ത ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് വേഗതയേറുന്നു. പൊതുമരാമത്ത് മന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടുപിന്നാലെ പദ്ധതിയുടെ തൽസ്ഥിതി സംബന്ധിച്ച് മന്ത്രി PK ബഷീർ അടിയന്തര റിപ്പോർട്ട് തേടി. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയർ മുഖേന നിലമ്പൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചക്കാലക്കുത്ത് വരെയുള്ള ആദ്യഘട്ട പ്രവൃത്തികൾ ഉടൻ ടെൻഡർ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ 6.1 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണിത്. പിന്നീട് വന്ന LDF സർക്കാരിന്റെ കാലത്ത് ചക്കാലക്കുത്ത് വരെയുള്ള 2.4 കിലോമീറ്റർ ദൂരത്തിൽ ഭൂമി ഏറ്റെടുത്ത് ഭാഗികമായി നിർമ്മാണം നടത്തിയിരുന്നു. എന്നാൽ ബാക്കി ഭൂവുടമകൾക്ക് പണം നൽകുന്നതിലുണ്ടായ കാലതാമസം പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്ത് MLA ആയി വിജയിച്ചതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. അദ്ദേഹം കാര്യക്ഷമമായി ഇടപെടുകയും ഭൂമി വിട്ടു നൽകിയവർക്ക് പണം ലഭ്യമാക്കുകയും ചെയ്തു. എങ്കിലും ഈ ഭൂമി ഔദ്യോഗികമായി മരാമത്ത് വകുപ്പിന് കൈമാറാൻ ബാക്കിയുണ്ടായിരുന്നു. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെയുള്ള ഏറ്റെടുത്ത 2.4 കിലോമീറ്റർ ദൂരത്തിൽ പണി ഉടൻ ആരംഭിക്കാൻ കഴിയും. ഈ ഭാഗത്തെ പ്രവൃത്തികൾക്കായി 35 കോടി രൂപയുടെ സാങ്കേതികാനുമതി ഇതിനകം ലഭ്യമായിട്ടുണ്ട്. ഇനി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പണി തുടങ്ങിയാൽ മാത്രം മതിയാകും. വെളിയംതോട് വരെയുള്ള ബാക്കി ഭാഗത്തെ ഭൂമി മരാമത്ത് വകുപ്പിന് കൈമാറുന്നതോടെ തുടർന്നുള്ള നടപടികൾ വേഗത്തിലാകും. ഒരാഴ്ച മുൻപ് ആര്യടൻ ഷൗക്കത്ത് MLAയും ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. അതേസമയം ബൈപ്പാസ് കടന്നുപോകുന്ന വഴിയിലെ 110 kV ലൈനിന്റെ ടവറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ KSEB അംഗീകരിച്ചു. ഇതിന്റെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. എന്നാൽ പട്ടരാക്ക കുട്ടായി വൈദ്യർ റോഡ് മുതൽ ടവറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ചില ടവറുകളുടെ സ്ഥാനം നിലവിൽ ബൈപ്പാസ് റോഡിനുള്ളിൽ തന്നെയാണ് വരുന്നത്. മരാമത്ത് വകുപ്പും KSEB ഉദ്യോഗസ്ഥരും തമ്മിൽ ഏകോപനമില്ലാതെ സർവേ നടത്തിയതാണ് ഈ പിഴവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പുതിയ മന്ത്രിയുടെ അടിയന്തര ഇടപെടലിലൂടെ ഈ സാങ്കേതിക തടസ്സങ്ങളും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നിലമ്പൂരുകാർ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1 പവൻ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്, വടപുറം, നിലമ്പൂർ.